നോക്കുമ്പോൾ വളരെ സിമിലർ ആയിട്ടുള്ള രണ്ട് കളക്ഷനാണ് ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് സ്മോൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് ആ ഒരു സ്മോൾ സ്ലൈറ്റ് ചേഞ്ചസ് കാരണം നമ്മൾ എത്രത്തോളം ദ സാരി ഗിവ്സ് യു എ വെരി കാഷ്വൽ ലുക്ക് ആൻഡ് എ വെരി സംതിങ് ലൈക്ക് എ പാർട്ടി വെയർ ലുക്ക്, അങ്ങനെയും കൂടി നമുക്കത് രണ്ട് ലുക്സ്. പക്ഷേ ഇതിനകത്ത് വളരെ ചെറിയ വ്യത്യാസങ്ങളാണ്. രണ്ടും സൂപ്പർ നെറ്റ് കോട്ടയിലാണ് വരുന്നത് ആൻഡ് അതിനകത്ത് രണ്ടിലും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി പാറ്റേൺസുമാണ് വന്നിരിക്കുന്നത്. സോ വാട്ട് ആർ ദ ഡിഫറൻസസ്? സോ ഫസ്റ്റ് കളക്ഷൻ ഇസ് എ ബഡ്ജറ്റ്, കുറച്ചും കൂടി നമുക്ക് ലോവർ റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഫുള്ളി സൂപ്പർ നെറ്റ് കോട്ടയ്ക്കകത്ത് സെൽഫ് കളറിൽ തന്നെ വന്നിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ വിത്ത് എ ബ്യൂട്ടിഫുൾ ബോർഡർ പാറ്റേൺ. സിമ്പിൾ സാരിയാണ്. അപ്പോൾ ഇത് വൺ ലുക്ക്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇത് സൂപ്പർ നെറ്റ് കോട്ടയിൽ തന്നെ ടിഷ്യൂ വീവിങ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിനകത്ത് ജെറി വോവൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ഓൾ ഓവർ ഈ ഒരു വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സോ ഗോൾഡൻ ടിഷ്യൂവും സൂപ്പർ നെറ്റും പിന്നെ വന്നിരിക്കുന്നത് ആ ഒരു സെൽഫ് ത്രെഡിൽ തന്നെ വന്നിരിക്കുന്നത് സൂപ്പർ നെറ്റ് കോട്ട. സോ ദിസ് ഇസ് മോർ ലൈക്ക് കാഷ്വൽ വൺ ആൻഡ് ദിസ് ഇസ് മോർ ഡ്രസ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു ലുക്ക്. സോ ലെറ്റ്സ് സീ ദി ഹോൾ കളക്ഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ ജസ്റ്റ് സിമ്പിൾ സൂപ്പർ നെറ്റ് കോട്ട BLD 300 ആണ്, 2379 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ SPF 101 3399 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഫാബ്രിക്കിനകത്ത് വരുന്ന ചേഞ്ചസും വർക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്ന വേരിയേഷൻസും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തൊന്ന് കാണാം. ഫസ്റ്റ് നമുക്കിത് കാണാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ബ്രൗൺ ഷെയ്ഡും ഒരു ലൈലാക്ക് ലാവൻഡർ ടോൺ, കുറച്ചൊരു ബ്രൈറ്റർ പിങ്കിഷ് ടോണിലോട് വന്നിരിക്കുന്ന ലാവൻഡർ, യെല്ലോ ടോൺ ആൻഡ് സിയാൻ അങ്ങനത്തെ ഉള്ള ഒരു ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് പീച്ച്. നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. കോർഡഡ് പൈപ്പിംഗ് യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്ന എഡ്ജസ് ആണ് വരുന്നത്. ആൻഡ് ഫുൾ ഓൾ ഓവർ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതൊരു ഗ്രേയിഷ് ബ്രൗൺ, ഒരു ചിക്കു ഷെയ്ഡാണ് കേട്ടോ, ബ്രൗൺ അല്ല, ഒരു ചിക്കു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓൾ ഓവർ എംബ്രോയിഡറി, എഡ്ജ് ടു എഡ്ജ് എംബ്രോയിഡറി വരുന്നുണ്ട്. ആൻഡ് ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് മുട്ടിന് താഴോട്ടുമാണ് അതിനകത്ത് എംബ്രോയിഡറി കൊടുത്തേക്കുന്നത്. ബ്ലൗസ് സോളിഡ് തന്നെയാണ്. ആൻഡ് ബ്ലൗസ് ഇതിനകത്ത് ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൗസാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. സെയിം ഷെയ്ഡ് ചിക്കൂല് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ലൈറ്റ് ചിക്കു ഉണ്ടോ, ഇങ്ങനെ ഡാർക്ക് ടോണിലല്ല. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. സെൽഫ് കളറിൽ തന്നെ വന്നിരിക്കുന്ന എംബ്രോയിഡറി പാറ്റേൺ. പിന്നെ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വൺ വരുന്നത്. നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡാണ്. അത് 2000 അബോവ് റേഞ്ചാണ്. ഇതാണ് എൻ്റെ പിങ്ക് ചേർന്നിട്ടുള്ള ഒരു ലാവൻഡർ ടോണാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ദെൻ വി ഹാവ് യെല്ലോ, ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്. ബ്രൈറ്റ്നെസ് ഉള്ള യെല്ലോ ആണ് കേട്ടോ അത്. വൺ ഷെയ്ഡ് വിച്ച് ആക്ച്വലി വിൽ മേക്ക് യു വെരി ലൈവ്ലി ആൻഡ് ഫീൽ മച്ച് ബെറ്റർ. അങ്ങനത്തെ ഉള്ളൊരു ഭയങ്കര വൈബ്രൻറ്റും അല്ല, എന്നാൽ അത് ഒരു മ്യൂട്ടഡ് ടോണും അല്ല. ഇറ്റ്സ് എ ഗുഡ് ഷെയ്ഡ് ഓഫ് യെല്ലോ. യെല്ലോ അതിനകത്ത് എംബ്രോയിഡറി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ വീവിങ് സ്റ്റൈൽ ആൻഡ് ദ ഹോൾ സാരി സ്റ്റൈൽ. ബേസ് കളർ കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ട് വന്നിരിക്കുന്ന എംബ്രോയിഡറി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് അത് തന്നെയാണ് ബ്ലെൻഡഡ് മെറ്റീരിയലിൻ്റെ അകത്ത് ഒരു പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ലുക്ക്. പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ടോ, വീവിങ് ഒക്കെ സ്റ്റൈലൊക്കെ മെറ്റീരിയൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത് ബ്ലൗസിൻ്റെത്. ആൻഡ് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ സീ ഗ്രീൻ ഷെയ്ഡാണ്. അതിൻ്റെ ബേസ് കളറിൻ്റെ അകത്ത് നമുക്ക് ഒരു ലൈറ്റ് ടോണും ഒക്കെ വീവിങ് സ്റ്റൈലിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ഫീലിലാണ് അതിൻ്റെ ബേസ് കളറ് നിൽക്കുക. അല്ല അതിനകത്തും എംബ്രോയിഡറി കുറച്ചും കൂടെ ഡാർക്ക് ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ടോണിൽ വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ലാസ്റ്റ് ഷെയ്ഡ് പീച്ചിലാണ് വന്നിരിക്കുന്നത്. പീച്ചും ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു പീച്ച് ഷെയ്ഡ് തന്നെയാണ്. ഇതാണ് അതിൻ്റെ ലുക്ക്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് കാഷ്വൽ ആയിട്ടുള്ള ഒരു ഫീലിൽ വരുന്ന സെക്കൻഡ് ലുക്ക്. ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത്. മേ ബി ബിക്കോസ് എനിക്ക് എന്താ പറയുക, മേ ബി അതൊരു ഒക്കേഷണൽ വെയർ ആയിട്ട് പെയർ ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത് കൊണ്ടായിരിക്കാം. So this has got a really thin zari border and a beautiful shade ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സിൽക്ക് ലിനൻ്റെ ഒക്കെ പോലത്തെ ഉള്ള ഒരു ഫീലും കൂടി അവിടെ വന്നിട്ടുണ്ട്. ഒരു കോട്ട വീവിങ് സ്റ്റൈലിൽ തന്നെയാണ് വരുന്നത്, പക്ഷേ കുറച്ച് സ്ലബ്സും കൂടി വരുന്നത് കാരണം നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. രണ്ടും സിമിലർ ആയിട്ടാണ് വരിക. ടിഷ്യൂ
വിത്ത് ഒരു സ്ലബ് വീവിങ് ഡീറ്റെയിലിംഗ് കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ ഫാബ്രിക്കിൽ വേരിയേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബോർഡർ പാറ്റേണിൽ കുറച്ചും ക്രോസ് സ്റ്റിച്ച് ബോഡി ഫുള്ളും, ബോർഡറിൽ ക്രോസ് സ്റ്റിച്ച് അല്ല, കുറച്ചൊരു സാറ്റിൻ ഫിനിഷിങ് വരുന്നുള്ളൊരു സ്റ്റൈലിലാണ് വരിക. ആൻഡ് ഇതിൻ്റെ എൻ ടാസൽസ് ഒക്കെ ഫിനിഷ്ഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ദെൻ സോളിഡായിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ്, സെയിം മെറ്റീരിയൽ, റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് മെറ്റീരിയലാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് എ ബ്ലൂ ടോൺ, നല്ലൊരു പിസ്ത ടോൺ വന്നിട്ടുണ്ടായിരുന്ന ഗ്രീൻ ആയിരുന്നു. അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് ഓഫ് ബ്ലൂ ആണ്. ഇതാണ് അതിൻ്റെ ബ്ലൂവിൻ്റെ ഷെയ്ഡ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറല്ലേ, നമുക്ക് ഈവൻ വൈറ്റ്സിൻ്റെ കൂടെ ഓഫ് വൈറ്റ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടോൺ, നല്ല ലൈവ്ലി ആയിട്ടുള്ള ഒരു കളർ. ആൻഡ് സെയിം സോളിഡ് ബ്ലൗസാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ യെല്ലോ, ഗോൾഡൻ യെല്ലോ ആണ്, പക്ഷെ അതും ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡല്ല, ഒരു ബ്രൈറ്റ്, ഒരു ലൈറ്റ് ഫീല് വരുന്ന ഒരു ഷെയ്ഡാണ്. അതാണ് യെല്ലോ ഷെയ്ഡ്. പിന്നെ ഒരു ലെയറിലിടുമ്പോൾ ഇതിന് ഇത്രയും ബ്രൈറ്റ്നെസ് വരില്ല, കുറച്ചുകൂടെ ഒരു ലൈറ്റർ ഫീലാണ്. ടിഷ്യൂ ഇൻ എ ലിനൻ വീവിങ് സ്റ്റൈൽ, സൂപ്പർ നെറ്റ് കൂടെക്കാട്ടിലും എനിക്കൊരു ലിനൻ വീവിങ് സ്റ്റൈലിലാണിത് വന്നിരിക്കുന്നത്. This is the look. And then we have a peach shade. പീച്ചും പിങ്കും കൂടിയാണ് അതിനകത്ത് ഇനി വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ പീച്ച് ഷെയ്ഡ്, ബ്യൂട്ടിഫുൾ സാരി. ഇതും ലോ പോർഷനിലോട്ട് മുട്ടിന് താഴോട്ട് ആ ഒരു ഏകദേശം ഓൾമോസ്റ്റ് മോർ ദാൻ ഹാഫ് അതിൻ്റെ അകത്ത് വർക്ക് വരുന്നുണ്ട്, കുറച്ചൊരു പോർഷൻ ഉണ്ടാവുള്ളൂ വർക്കില്ലാണ്ട്. ഇതാണ് എൻ്റെ peach shade with tissue weaving style and linen as well. ലിനൻ അല്ല, പക്ഷെ അതിൻ്റെ ഒരു സ്ലബ്സ് കൊടുത്തിട്ട് ആ ഒരു ലുക്ക് കൊണ്ടുവന്നേക്കാണ്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് എ പിങ്ക് ടോൺ. ആൻഡ് ഇതിനകത്ത് ബോഡി ഫുള്ള് വർക്കാണ് കേട്ടോ, അത് നമുക്ക് പ്രത്യേകിച്ചും ഒക്കേഷണൽ ഓർഡറായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. SVF 101 3399. മുന്നേ കണ്ടത് BLD ആയിരുന്നു, അത് 2000 അബോ റേഞ്ചിൽ വരുന്ന ലുക്കുമായിരുന്നു. അപ്പം രണ്ട് ഡിഫറെൻറ്റ് സാരീസ്, പക്ഷെ വെരി സിമിലർ ആണ്. സ്മോൾ ചേഞ്ചസ് വെച്ചിട്ട് ഹൗ ബിഗ് ഓഫ് എ ഡിഫറൻസ് ഇറ്റ് മേക്സ് ഇൻ യർ ഹോൾ ഔട്ട്ഫിറ്റ്. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട് www.ahmed.store. എല്ലാ ഓണത്തിനും നമുക്ക് ഫ്ലോറൽ ഡിസൈൻസും കൂടി എപ്പോഴും എന്തെങ്കിലും ഒരു ഫോമിൽ വരാറുണ്ടല്ലേ. അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ മുന്നേ കേരള കോട്ടൺസിൻ്റെ അകത്തും ടിഷ്യൂസിൻ്റെ അകത്തും ഒക്കെ ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ടുള്ള കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ടിഷ്യൂവിൻ്റെ അകത്ത് സെറി ചെക്സും സ്ട്രൈപ്സും വന്നിട്ടുള്ള ഫാബ്രിക്സിനകത്ത് ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻ്ററായിട്ട് വന്നിരിക്കുന്ന കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കേരള ടിഷ്യൂ സാരീസാണ്, നല്ല ഭംഗിയുള്ള കസവ് ബോർഡറും ഒക്കെ വരുന്നുണ്ട്. ബോർഡറിൻ്റെ അകത്തൂടെയും നമുക്ക് ഈ ഒരു സ്ട്രൈപ്പ് വീവിങ് പാറ്റേൺ വന്നിട്ടുണ്ട്. പല്ലു വരേക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലോറൽസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്രയും കൂടി വരുന്നുണ്ട്. നമുക്ക് ഓരോ സാരീസായിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ഡിസൈൻസും കൂടിയൊക്കെ നമുക്കൊന്ന് കണ്ട് പോവാം. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1829 ആണ് കേട്ടോ. GAT 233 എന്ന കോഡിൽ 1829 റേഞ്ചിൽ വന്നിരിക്കുന്ന ടിഷ്യൂ കസവ് സാരീസിൻ്റെ കളക്ഷനാണ്. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് ഒരു യെല്ലോ ഓറഞ്ച് അങ്ങനത്തെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. ഈ കളേഴ്സും ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻസാണ്. എപ്പോഴും മഞ്ഞയും ഓറഞ്ചും ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ജമന്തി പൂവിൻ്റെയൊക്കെ ആ ഒരു കളേഴ്സ് ഉണ്ടല്ലോ, അതുപോലത്തെ ഉള്ള ഒരു ഫീലിങ്ങാണ്. സോ നെക്സ്റ്റ് വൺ ഒരു പിയണി റോസ് അങ്ങനത്തെ ഉള്ള ഒരു ലുക്കാണ്. ഇതും പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് ഏകദേശം സെയിം ആണ് കേട്ടോ. 1889 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. GAT 225 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇത് ചെക്ക് പാറ്റേൺ ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സ്ട്രൈപ്സ് ആണ്, ഇത് ചെക്കാണ്. ഇതിനകത്ത് ബ്ലൗസും സ്പെഷ്യലാണ്. സോ ലുക്ക് അറ്റ് ദ ബ്ലൗസ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൗസാണ്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിനകത്തും ആക്ച്വലി പ്രിൻ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഒരു ബ്ലൗസിൻ്റെ പിക്ചർ നമ്മൾ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ പിക്ചറും കൂടി അവൈലബിൾ ആയിരിക്കും. ഇതുപോലെ ഒരു ഓൾ ഓവർ ഒരു പ്രിൻറ്റഡ് ലുക്കും അതിൻ്റെ കൂടെ തന്നെ ബാക്ക് പോർഷനൊക്കെ സെൻറ്ററിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഫ്ലോറൽ മോട്ടീഫും കൂടെ സാരിയിൽ വന്നിരിക്കുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ഇതും സെറി ചെക്ക്
പാറ്റേൺ തന്നെയാണ് വരുന്നത് വിത്ത് കസവ് ബോർഡർ. അപ്പോൾ നല്ല വൈബ്രൻ്റ് ആയിട്ട് ഗ്രീൻ ആൻഡ് പിങ്ക് ഈ ഷെയ്ഡ്സ് ആണ് നമ്മളുടെ സാരിയുടെ ഫ്ലോറൽസിൻ്റെയും ലുക്കിൽ വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് സരി ചെക്ക് പാറ്റേൺ വിത്ത് ഫ്ലോറൽ ഡിസൈൻ. ഇത് നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഒട്ടിക്കിടക്കുന്നതല്ല, ഡെഫിനറ്റ്ലി ടിഷ്യൂ ആണല്ലോ. നമുക്കപ്പോൾ ഒരു കംഫർട്ടബിളായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും. ഒന്ന് ഒതുക്കിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. സോ നെക്സ്റ്റ് വൺ, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു വേറെ നമ്മൾ ഏതോ ഒരു ഡിസൈനിലാണ്, എനിക്ക് തോന്നുന്നു ടിഷ്യൂ ആണോ അതോ പ്ലെയിൻ കോട്ടൺ കേരള കോട്ടൺ ആണോ എന്ന് എനിക്ക് നല്ല ഓർമ്മ വരുന്നില്ല. പക്ഷെ വി ഹാഡ് എ സിമിലർ ഡിസൈൻ. സിമിലർന്നേ ഉള്ളൂ കേട്ടോ, അതിന് കുറച്ച് നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ പോർഷനിലോട്ടൊക്കെ നമുക്ക് സ്കാറ്റേഡ് ആയിട്ടുള്ള ചെമ്പകത്തിൻ്റെ പൂ പോലെയും, ബാക്കി ചെമ്പകമാണോ അരളിയാണോ, അരളിയാണെന്ന് തോന്നുന്നു കേട്ടോ, അരളിയുടെ ഡിസൈൻ പോലെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ലോ പോർഷനിലോട്ട് ബിഗ് ബിഗ് ബഞ്ചസിൻ്റെ ആയിട്ടുള്ള ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് പോലെ. സോ ദിസ് ഇസ് ദി ലുക്ക്. ഇതും സെറി ചെക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബ്ലൗസ് സിംഗിൾ ലുക്ക് തന്നെയാണ് കേട്ടോ. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽസിൻ്റെ ഒരു അടുക്കി വന്നിരിക്കുന്ന പ്രിൻ്റഡ് ഡീറ്റെയിലിങ്. ഇതിനകത്ത് ബാക്ക് മോട്ടിഫായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ വേറെ വരുന്നില്ല. അതാണ് എൻ്റെ വേറെയുമ്പോൾ ഉള്ളൊരു ലുക്ക്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രാൻഡ് സാരീസിൻ്റെ ഒരു ലുക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ചെമ്പകം. നേരത്തെ ചെമ്പകമല്ലായിരുന്നു, അരളിയായിരുന്നു. ആൻഡ് ഇതിനകത്തൊക്കെ മൾട്ടി കളേർഡായിട്ട് വന്നിരിക്കുന്ന ടാസൽ ഡീറ്റെയിലിങ്ങും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ലുക്ക്. ഇത് കുറച്ചും കൂടെ വലിയ ചെക്സ് ആണ് കേട്ടോ. സെറി ചെക്സ് നമ്മൾ നേരത്തെ കണ്ട രണ്ടെണ്ണം കുഞ്ഞായിരുന്നു, ഇത് വലുതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ചെമ്പകത്തിൻ്റെ ഒരു അല്ല, ചെമ്പകമാണോ അതോ എന്താ വേറെന്തോ ഒരു പേരും കൂടി ഇതിന് പറയുന്നു തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്ക് പൂവിൻ്റെ പേര് കൺഫ്യൂഷനാണ്. വാഗയാണെന്ന് തോന്നുന്നത്, വാഗപ്പൂവാണെന്ന് തോന്നുന്നു കേട്ടോ. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ഇതും ഇതേപോലെ തന്നെ അപ്പർ പോർഷനിലോട്ട് കുഞ്ഞു കുഞ്ഞു ബഞ്ചസിൻ്റെ ഒരു സ്കാറ്ററും താഴോട്ട് ബോർഡർ ലോ ബോർഡറിനോട് ക്ലോസർ ആയിട്ടാണ് നമുക്കതിനകത്ത് വലിയ ഫ്ലോറൽ ബഞ്ചസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. പല്ലുവിലും ഇതേപോലെ തന്നെ വലിയ ഫ്ലോറൽസിൻ്റെ ലുക്കാണ്. ബ്ലൗസിൽ വന്നിട്ട് കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽസിൻ്റെ അടുക്കിയുള്ള ഒരു പ്രിൻ്റുമാണ് വന്നിരിക്കുന്നത്. എല്ലാം ടിഷ്യൂ, ഗോൾഡൻ ടിഷ്യൂവിൽ തന്നെയാണ് വരുന്നത്. എൻ്റെ പ്രൈസ് റേഞ്ചും 1899 തന്നെയാണ്. നെക്സ്റ്റ് ഗ്രീൻ ആൻഡ് യെല്ലോ. GAD 228 ആണ് 1899 റേഞ്ചിൽ വന്നിരിക്കുന്നത് സാരി. ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. ഒരു സെൻറ്റർ മോട്ടിഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈവ്ലി ആയിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടോ, സെറി ചെക്സ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് സിഗ്സാക് പാറ്റേൺ, യെല്ലോ ആൻഡ് ഗ്രീനിൻ്റെ ഒരു സിഗ്സാക് പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. വെരി കംഫർട്ടബിൾ, ഭയങ്കര രസമുള്ള സാരീസാണ്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. നമുക്കത് ഉടുക്കുമ്പോൾ ഭംഗിയാണ് എല്ലാം. ഇതും വാഗ തന്നെയാണ്. ഇത് പക്ഷേ സ്ട്രൈപ്സ് ആണ്. എനിക്കൊന്ന് മുന്നേ നമ്മൾ കണ്ടത് വലിയ ചെക്ക് പാറ്റേൺ ആയിരുന്നു, ഇത് സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് എൻ്റെ ലുക്ക്. സിമിലർ ആയിട്ടുള്ള പ്രിൻറ്റ്, സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. രണ്ട് ലുക്ക് സ്ട്രൈപ്സ് വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് വൺ. ഏത് വേണം ചെക്ക്. ഇത് 1829 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അതിൻ്റെ ലുക്ക് എനിക്കൊന്ന് സ്ട്രൈപ്സ് വരുമ്പോഴത്തേക്ക് ചെറിയൊരു റേഞ്ച് വേരിയേഷൻ അവിടെ വരുന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നല്ല ഭംഗിയുള്ള കളർ കോമ്പനി, നമ്മളെപ്പോഴും കാണുന്നതല്ലോ വയലറ്റ് ആൻഡ് യെല്ലോ, ഇങ്ങനത്തെ ഫ്ലോറൽ ഡീറ്റെയിലിംഗ് പോലെ നമ്മളധികം കണ്ടു കാണില്ല. പല്ലു ബിഗർ ഫ്ലോറൽസ് ആൻഡ് ഇതിൻ്റെ ബ്ലൗസിലും സിഗ്സാക് പാറ്റേണിൻ്റെ കൂടെ ഇത് ഹൊറിസോണ്ടലായിട്ടാണ് വരിക വിത്ത് ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ഫോർ ദി ബാക്ക് പാനൽ. ഇതിൻ്റെ ഒരു ലുക്ക് നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര കുറച്ചുകൂടി സട്ടിലാണ് ആ ഒരു പ്രിൻ്റ്. ബോഡിയിൽ സ്കാറ്ററായിട്ട് വളരെ സട്ടിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള കുറച്ച് ഫ്ലോറൽ കളക്ഷൻ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. എനിക്കതാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഉൾപ്പെടെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പ്രൈസ് റേഞ്ച്, എല്ലാം ബിലോ 2 റേഞ്ച് വരുന്നതുമാണ്. ചെക്ക് ഇറ്റ് ഔട്ട്. GATയുടെ ഡിഫറെൻറ്റ് കോഡ്സ് ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ്ലി പ്രോഡക്റ്റ് പേജ് വിസിറ്റ് ചെയ്യാം. ചിലപ്പോൾ കളക്ഷൻ ലിങ്ക്സ് ആയിട്ടായിരിക്കും കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ലിങ്കിൽ കയറി നോക്കുമ്പോൾ എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇറ്റ് ഔട്ട്. ടസർ ഫിനിഷിൽ വന്നേക്കുന്ന ഒരു സാരി. ആൻഡ് നമുക്ക് ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ
പറ്റുന്ന ഒരു കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ. നമ്മളുടെ കൂടുതലും ആ ഒരു ഫ്ലോറൽ ലുക്സിൻ്റെ അകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കളർ കോമ്പിനേഷൻസ് അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു ലുക്സാണ് കേരള കോട്ടൺസിൻ്റെ അകത്തൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ടസർ ലൈക്ക് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള മെറ്റീരിയലിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി പാറ്റേൺ ആണ്. ക്രോസ് സ്റ്റിച്ചിൽ ഈ കളർ കോമ്പിനേഷൻസ് ആക്ച്വലി കുറച്ച് നമ്മളെപ്പോഴും കാണുന്നൊരു ക്ലാസിക് കോമ്പിനേഷൻ, ആ ഒരു ലാവൻഡർ പിങ്ക് ആൻഡ് ലൈറ്റ് ഓലിവ് ഷെയ്ഡിലും കൂടെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്ക്. പക്ഷേ നമ്മൾ ഓണം ലുക്കിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പെയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതിൻ്റെ എൻ്റെ ബ്ലൗസും നല്ല രസമാണ് കേട്ടോ. നമുക്ക് ഫുള്ളി ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ലബ് വീവിങ് പാറ്റേണിൽ ടിഷ്യൂ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ അതിൻ്റെ കൂടെ ബ്ലൗസായിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ക്ലിപ്പ് നമ്മൾ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തേക്കട്ടോ. സോ യു കൻ ജസ്റ്റ് സീ ഹൗ ദ ഫാബ്രിക് ഇസ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ്റെ കൂടെ ഭയങ്കര ഭംഗിയുള്ള ഒരു ലുക്കിലാണ്. ആൻഡ് പ്രൈസും അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് റേഞ്ച് വന്നിരിക്കുന്ന കളക്ഷനാണ്. 2329 ആണ് പ്രൈസ് റേഞ്ച്. 2329 SHC 108 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി പല്ലു. സിമ്പിളായിട്ടുള്ള ഒരു പല്ലുവാണ് കേട്ടോ. നമുക്കൊരു ലൈൻ വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് കസവ് പോലെ തന്നെ നമുക്ക് തോന്നുന്നൊരു രീതിയിൽ വരുന്ന വളരെ സിമ്പിളായിട്ടുള്ള തിൻ ബോർഡർ ഡീറ്റെയിലിംഗ് സെറി ബോർഡറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേരള സാരിയിൽ നിന്ന് ഒരു വ്യത്യാസമാണ് കേട്ടോ. പിന്നെ അത് നമുക്ക് കേരള സാരീസ് കുറച്ചും കൂടി ഈസിയറായിട്ട് ക്രഷ്ഡ് ആവും. നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളികൾക്കൊക്കെ അറിയാം, നമ്മളൊന്ന് ഉടുത്തു കഴിഞ്ഞാൽ ഉടഞ്ഞു പോകാൻ ഇച്ചിരി എളുപ്പമുള്ള മെറ്റീരിയലാണ് കേരള കോട്ടൺ. പക്ഷേ നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് ഉടഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ലോങ്കർ ടൈം ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈവൻ ഇഫ് യു ആർ ഹാവിങ് സം ആക്റ്റീവ് ഡേ ഫോർ യുവർ ഓണം സെലിബ്രേഷൻ, ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് ലുക്ക് ടു ക്യാരി. ഇത് നമുക്ക് ഇപ്പോൾ പ്ലീറ്റഡ് ആയിട്ടൊക്കെ എടുക്കുകയാണെന്നെങ്കിൽ പോലും നമുക്കത് വളരെ ഒതുങ്ങിയ പ്ലീറ്റ്സൊക്കെ നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും. ആൻഡ് ഇതേപോലെ തന്നെ കാഷ്വൽ പ്ലീറ്റ് ആണെങ്കിലും നമുക്ക് എടുക്കാം. കാരണം അതിനകത്ത് അങ്ങനെ റോങ് സൈഡിൽ അങ്ങനെ ഒരു നീറ്റ് അല്ലാത്ത ഫിനിഷിംഗ് ഒന്നും വരുന്നില്ല. കുറച്ച് അതിനകത്ത് നമുക്ക് ആ ഒരു ബാക്ക് സൈഡ് ആണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയത്തോടിയില്ല കേട്ടോ. അപ്പോൾ SHCയുടെ കോഡാണ് SHC 108 എന്ന കോഡിലാണത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ബ്ലൗസിൻ്റെ ക്ലിപ്പും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. യു കൻ ജസ്റ്റ് സീ ആൻഡ് പിക്ചേഴ്സ് വിൽ ഓൾസോ ബി അവൈലബിൾ. നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോഴത്തേക്ക് സാരിയുടെ കൂടെ ബ്ലൗസിൻ്റെ പിക്ചറും കൂടി നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ വെരി ലൈറ്റ് വെയ്റ്റ് സാരിയാണ് കേട്ടോ. ഭയങ്കര സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഭയങ്കര ട്രാൻസ്പെറൻ്റ് അല്ല, എന്നാലും ലൈറ്റ് വീവിങ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ കാഷ്വൽ പ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിലും യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. മൾട്ടിപ്പിൾ പ്ലീറ്റ്സ് ആണെങ്കിലും ഇറ്റ്സ് ഗോയിങ് ടു ബി convenient. So check it out. One sober looking piece for your Onam collection.